നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ, ഒരുപാട് വിഷമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഖൈറ. ഇല്ലേ, അത് നിങ്ങൾക്കൊരു അദാബാണ്, പരീക്ഷണമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത്. നബി തങ്ങൾ പറയുകയാണ്, അജ്ബതു ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ, ഇന്നല്ലാഹ ലം യഖുൽ ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. അല്ലാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഖൈറാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വളരെ പ്രസിദ്ധമായ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ, എല്ലാം അത്ഭുതം, എല്ലാം അവർക്ക് നന്മയാണ്. ഇന്ന സ്വാബതു സറാഉ ശകറ. സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹ് ഫകാന ഖൈറൻ ലഹ്, അതവർക്ക് ഖൈറാണല്ലോ. വഇന്ന സ്വാബതു ളറാഉ സബർ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും, ഫകാന ഖൈറൻ ലഹ്, അതും അവർക്ക് ഖൈറാണല്ലോ. ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? ഒന്നുകിൽ സന്തോഷമല്ലെങ്കിൽ ദുഃഖം. ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു, സന്തോഷമുള്ളപ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഇത് രണ്ട് ചെയ്യുമ്പോഴും ഖൈറാൻ. അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതം മുഴുവനും ഖൈറാണ്. അല്ലാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. ഇപ്പോഴും ഉണർന്നില്ലല്ലോ റബ്ബേ, എന്റെ ഹൃദയം ഉണർന്നിട്ടില്ല, നമുക്കൊരു ഉറക്കത്തിലാണ്. ഉണർന്ന ആൾക്കാരുണ്ടാവട്ടോ, അധികപൂർവ്വം ആളുകൾ ഉറക്കത്തിലാണ്, കാര്യമറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ലോകത്തിങ്ങനെ, മാസ്മരിക ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ്. മരണത്തിന്റെ ദൂതുമായ അസ്റായീൽ, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരുമെന്ന് എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ള ഒരു ജീവിതം. പേടിക്കണ പോലുമില്ല. നമ്മളൊന്നും മരിക്കൂല, നാട്ടുകാരെ മാത്രമേ മരിക്കുള്ളൂ, നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം. ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി. പടച്ചവനെ, എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ. അലൽ ഹാലാതി മിൻ സുഖിരിൽ ജുനാഹി. അനന്തതയിലേക്ക് കണ്ണുനട്ട് കിടക്കുകയാണ്. ഒരുപാട് നേടണം, ഒരുപാട് ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റബ്ബേ, എനിക്ക് ബോധം വന്നില്ലല്ലോ. വനന്തു ശൈബ യുസ്ലിഹുനി ഫഹാദാ മശീബി ഐന ആഥാറുസ് സ്വലാഹി. നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത്, നരവന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത്. ഫഹാദാ മശീബി, പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു, പക്ഷേ ഐന ആഥാറുസ് സ്വലാഹി, നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ. മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമ കണ്ടിരിക്കുകയാണ്, മൊബൈൽ ഫോണിൽ. വയസ്സായിട്ടുണ്ട്, 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി. അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട്, സിനിമ കണ്ട്, കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽ മൗത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല. പോരെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക? ഇതും പിടിച്ചിട്ടാകരം പോവുക. ഒരു മനുഷ്യൻ നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. കള്ളുകുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്ത് പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നബി തങ്ങളുടെ ഹദീസിന്റെ അർത്ഥമാണ്. മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും. നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണത്. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ. തെറ്റ് ചെയ്ത ആളുകളെ, തിന്മയെ സ്നേഹിച്ചവരെ, പിശാചിന്റെ പിന്നാലെ നടന്നവരെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന്. തിന്മ ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട്. പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ റൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരയണമേ. സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുനിയാവിനെ വീക്ഷിച്ചത്, അവരെത്രയാണോ ദുനിയാവിന് വില കൊടുത്തത്, അത്രയേ റബ്ബേ ദുനിയാവിന് വില നൽകാൻ പാടുള്ളൂ. നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, വസ്ത്രമാവട്ടെ, പാൻസാവട്ടെ, നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലി,
നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തായിരുന്നാലും ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയാകാണ്. ദുനിയാവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്, അതിനെ വല്ലാണ്ട് കൽബിലേക്ക് കൊണ്ടു നടക്കരുത്. സാരല്ല, പൊടി പിടിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പറയില്ല എന്ന പോലത്തെ ഒരു വിലയെ കൽബിലേക്ക് കൊടുക്കേണ്ടത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സ്നേഹം കൊടുക്കേണ്ടത്. പ്രേമവും അനുരാഗവും അല്ലാഹുവിനും അവന്റെ റസൂലിനും കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥിനികളെ, ജീവിതം എന്തൊരു മനോഹരമായിരിക്കുമെന്നോ. അല്ലാത്ത ബന്ധങ്ങളൊക്കെ ഹറാമിലേക്ക് എത്തുന്ന ബന്ധങ്ങളാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹുമ്മ, നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ പഠിച്ചവനെ അരിനി ദുനിയാ, ദുനിയാവിനെ എന്റെ കണ്ണിൽ കാണിക്കണേ, കമാ റൈതഹാ അസ്വാലിഹീന മിൻ ഇബാദിക്, നിന്റെ അടിമകളിലെ സ്വാലിഹീങ്ങൾക്ക് നീ കാണിച്ചു കൊടുക്കുന്ന പോലെ. സജ്ജനങ്ങൾ, ദുനിയാവ് എന്ന് പറഞ്ഞതാണ് ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെ ഒരു മനസ്സിലേക്ക് വല്ലാണ്ട് കൊടുക്കും. നിങ്ങൾ വീട് വെച്ചോളൂ, നിങ്ങൾ നല്ല വാഹനം വാങ്ങിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന് വലിയ വില കൊടുക്കരുത്, കൽബിലേക്ക് അത് കയറ്റി വെക്കരുത്. അവിടെ പോർച്ചിലൊന്നുണ്ട്, ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നല്ലാതെ വാഹനം, കുടുംബത്തെക്കാളും വാഹനത്തും ഒരാൾ കൈവച്ച അടിക്കണ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിമ കൈവെക്കുകയാണ്, വെറുതെ ചാരിന്തപ്പം കൈവച്ചായിരിക്കും. ഒരു അടിപിടി കൂടിയ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ ഏതോ തലശ്ശേരിയിലോ വെറുതെ കാലിങ്ങനെ വെച്ചതാ, വണ്ടിമ ചാരിന്നതാ. ഉടമ വന്നിട്ട് തല്ലിയ ഏതോ ഒരു സ്റ്റേറ്റുകാരന്. വലിയ പ്രശ്നമായിരുന്നു, ചർച്ചയായിരുന്നു. എന്തേ? അവൻ്റെ വണ്ടിമ ചവിട്ടി. അത് ചളി തുടച്ചാൽ പോകുന്ന സാധനല്ലേ. പക്ഷേ കൽബിലേക്ക് ദുനിയാവ് കയറിയാൽ പിന്നെ അത് പ്രശ്നമായി മാറും. പിന്നെ അള്ളാഹു ആ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളെ പരീക്ഷിക്കുക. അത് അള്ളാഹുവിന്റെ രീതിയാണ്. നിങ്ങൾ ഏതിനേക്കാണോ കൽബ് കൊടുത്തത് അവിടെ അള്ളാഹു പ്രശ്നം തരും. നിങ്ങളുടെ കുഞ്ഞിനെ ഭയങ്കരമായ സ്നേഹം, പിടുത്തം വിട്ട സ്നേഹമാണെങ്കിൽ ആ കുട്ടിയിൽ ഒരു പരീക്ഷണം കാണേണ്ടി വരും. പാകത്തിന് മതിയെന്ന വീട് ഭയങ്കര അപ്പോഴൊക്കെ തെങ്ങ് മറിഞ്ഞ് വീണ പൊളിയാ. വാഹനം ഭയങ്കര സ്നേഹമാണ്, ആ പൊരുത്തം വന്ന് ഇടിക്കും. വല്ല KSRTC കൊളുത്തി വലിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? 500 പേര് വേണമെങ്കിൽ പോയിക്കോ, കേസ് കൊടുത്തോന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കരമായ സ്നേഹം കൽബ് കൊടുക്കണ്ട, പാകത്തിന് മതി. ദുനിയാവിന് അങ്ങനെ എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ അങ്ങനെ ഒരു ബന്ധം കൊടുത്താൽ ഇവിടുന്ന് മരിച്ചു പോകാൻ വലിയ പേടിയായിരിക്കും. നമുക്കൊരു യാത്ര നിർബന്ധമാണ്. ഇത് വെറുതെ ഓപ്ഷണൽ യാത്രയില്ലല്ലോ. ആഖിറത്തിലേക്കുള്ള യാത്ര നിർബന്ധമായും നമ്മൾ ചെയ്തേ പറ്റും. ഹജ്ജ് ഇവരൊക്കെ വേണമെങ്കിൽ ചെയ്തില്ല എന്ന് വെക്കാം, അല്ലേ? ഗൾഫൊക്കെ പോണ്ടേ ഒരുത്തൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ വേണം, കുഴപ്പമില്ല. മരണം അങ്ങനെയാണോ? പോയല്ലേ പറ്റൂ. ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. അതൊരുങ്ങാതിരുന്നാൽ പ്രശ്നം വരും. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സ്നേഹം കൊടുത്തത് അള്ളാഹുവിനാണ്, അവന്റെ റസൂലിനാണ്. ബിലാൽ തങ്ങൾ മരിക്കാൻ പോകുമ്പോൾ പറഞ്ഞ വാക്കാണത്. ഭാര്യ കരഞ്ഞപ്പോൾ, നീ എന്തിനായി കരയുന്നത്? ഞാൻ സന്തോഷിക്കുകയാണ്. ഞാൻ ഈ മരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ സ്നേഹനിധികളായ നബിയെ, എൻ്റെ സ്നേഹനിധികളായ സ്വഹാബിമാരെ അവരെ കാണാനാണ് നാളെ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചു, അല്ലെങ്കിൽ നാളെ പകലിൽ മരിച്ചു. എൻ്റെ ഈ മരണം നല്ല സജ്ജനങ്ങളെ കാണാനുള്ള യാത്രയാണ്. ഞാൻ സന്തോഷത്തിലാണ്. പിന്നെ എന്തിനാ നീ കരയുന്നത്? ആ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ, ആ ഒരു ബോധം വേണമെങ്കിൽ ദുന്യാവിനോട്, ഭൗതികതയോടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ചില അതിരുകൾ വെക്കണം എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഭർത്താവിനെ ഭയങ്കര സ്നേഹമാണ്, പിടുത്തം വിട്ട സ്നേഹമാണ്, എന്തെങ്കിലും പരീക്ഷണം അവിടെ വരും. ഭാര്യയെ ഭയങ്കരമായ സ്നേഹമാണ്, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഭയങ്കര സ്നേഹമാണ്, പരീക്ഷണങ്ങൾ വരും. എവിടെയാണോ നമ്മൾ കൂടുതൽ സ്നേഹം ഇറക്കി വെക്കുന്നത്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പിറകിൽ നിർത്തി എവിടെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, ആ ഭാഗത്തു നിന്ന് പ്രശ്നം വരും. അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. പടച്ചതമ്പുരാൻ അതുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, നബി ദുആ ചെയ്യുന്ന ദുആയാണിത്. അല്ലാഹുവേ, സ്വാലിഹീങ്ങൾക്ക് നീ എങ്ങനെയാണോ ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്, അവരുടെ വീക്ഷണ രീതികൾ എന്തൊക്കെയാണോ അതുപോലെ ലോകത്തെ കാണാൻ എന്നെ സഹായിക്കണമേ. തങ്ങൾ അങ്ങനെ ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ, തങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വല്ലല്ലാഹു, നമുക്ക് വേണ്ടിയല്ലേ തങ്ങൾ ഈ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅലബ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട്, നബിയേ ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് പൈസ തരാൻ അല്ലാഹുവോട് ദുആ ഇറക്ക് നബിയേ, അല്ലാഹുവിനോട് ദുആ ഇറക്കിൻ. ഒരു സ്വഹാബി വന്ന് പറഞ്ഞ ചരിത്രമുണ്ട്, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ. അപ്പോൾ പറഞ്ഞു നബി തങ്ങൾ, സഅലബ ഖലീലുൻ തഷ്കുറുഹു അലൈഹി ഖൈറുൻ മിൻ കസീരിൻ ലാ തഷ്കുറു.
കുറച്ച് പൈസ കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നതിനേക്കാൾ അതാണ് ആ പൈസക്ക് നന്ദി ചെയ്യലാണ് നല്ലത്. കുറേ കാശുണ്ടായിട്ട് അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നതിനേക്കാളും. കുറേ സമ്പത്തുണ്ട്, അതൊന്നും ശുക്ർ ചെയ്യാൻ കഴിയില്ല. കുറച്ചേ ഉള്ളൂ, ഉള്ളതിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ചെറിയ ഭക്ഷണം വീട്ടിൽ വന്നാൽ സ്വാദോടുകൂടെ കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ കഴിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോ ഉരുളക്കും ഓരോ ബിസ്മി അൽഹംദുലില്ലാഹ് ചൊല്ലേണ്ടി വരും. അങ്ങനത്തെ വിഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയാണോ? അന്നൊരു ഉണക്കറൊട്ടിയും ഉപ്പിന്റെ കല്ലുണ്ടാവും, അല്ലെങ്കിൽ ജൈത്തിന്റെ എണ്ണ ഉണ്ടാവും, ഒലീവിന്റെ ജൈത്തൂനിന്റെ എണ്ണ, കഴിഞ്ഞു. അന്നത്തെ വലിയ വിഭവം അതാണ്, പച്ചവെള്ളവും. ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിലേക്ക് വരുന്നത്. ഓരോ ഉരുളക്കും ഓരോന്നിനും ബിസ്മി ചൊല്ലേണ്ടി വരും. ചെല്ലണം നിർബന്ധമായിട്ടല്ല ഞാൻ പറയുന്നത്, ശുക്റായിട്ട് മിനിമം നമുക്ക് ചൊല്ലണമെന്ന് തോന്നിപ്പോവാൻ. അള്ളാഹു ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ പടച്ചവനെ. അതുകൊണ്ട് സഅലബ, സമ്പത്ത് വേണോ? കുറച്ച് അതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലേ. കുറെ അള്ളാഹ് തരുമ്പോഴേ പടച്ചവനെ വേണ്ടാന്ന് വരും, അള്ളാഹുവിനെ മറന്നുപോകും, ദീന് വേണ്ടാന്ന് തോന്നും, നിസ്കാരത്തിന് വരാതെയാകും, ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കാതെയാകും. വേണം നബി, എനിക്ക് പൈസ വേണം. തങ്ങൾ പറഞ്ഞു, സഅലബ വേണോ? ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇക്കാണുന്ന പർവ്വതങ്ങളെ സ്വർണമാക്കി മാറ്റിത്തരാൻ അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാനത് വേണ്ടെന്ന് വെച്ചതാണ്. നബിയെ, എനിക്ക് പൈസ വേണം. നബി തങ്ങൾ പറഞ്ഞു വീണ്ടും, സഅലബ, കുറച്ച് കയ്യിലുണ്ടായി അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യലാണ്. ഒരുപാട് കയ്യിൽ വന്നിട്ട് അതിന് നന്ദി ചെയ്യാൻ കഴിയാതെ പോകുന്നതിനേക്കാളും നല്ലത് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലല്ലയോ സഅലബ. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, നബിയെ, എനിക്ക് പൈസ വേണം. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മ അർസുഖുഹു മാല, പടച്ചവനെ സഅലബക്ക് പൈസ കൊടുക്കണമേ. മഹാന്മാർ പറയാം, ആടിൻകുട്ടികളും ആട്ടിൻപറ്റവും കന്നുകാലികളും ഒട്ടകങ്ങളും പുഴുക്കൾ പെരുകുന്ന പോലെ പെരുകിയതാണ്. മദീനയിൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാണ്ടായി, അപ്പൊ സ്ഥലം മാറിപ്പോയി. അതുവരെ ഓരോ വക്തിനും നിസ്കരിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ ജുമുഅക്ക് മാത്രം വരുന്ന അവസ്ഥയായി. പിന്നെയും പെരുക, തങ്ങളുടെ ദുആയല്ലേ. അല്ലാഹുമ്മ അർസുഖുഹു മാല. മദീനയുടെ ഔട്ട്സ്കേർട്സിലാണ് അവർ താമസിക്കുന്നത്, മദീനയുടെ പുറം സബർബിൽ. അവിടെ മൃഗങ്ങൾ നിറയാണ്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജുമുഅക്ക് വരാൻ കഴിയാതെ വീട്ടിൽ നിന്നായി നിസ്കാരം. നോക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് യാത്രാ സംഘങ്ങൾ വരുമ്പോൾ ചോദിക്കും, മാ ഫഅല സഅലബ, സഅലബക്ക് എന്തു പറ്റി കാണുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, നബിയേ, ശഗലതുഹു അംവാലുഹു, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോയതാണ്, ഇവിടേക്ക് വരാൻ പിന്നെ സമയം കിട്ടുന്നില്ല. അങ്ങനെയായിപ്പോയി. ഹബീബായ നബി തങ്ങൾ സക്കാത്ത് പിരിക്കാൻ ആളയച്ചു. ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും ഈ സഅലബ തങ്ങളിൽ നിന്നും സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സക്കാത്തിന് വേണ്ടി ആള് വന്നപ്പോ സഅലബ തങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ബനൂ സലമയിൽ ഒരാളെ കാണാനില്ലേ? അയാളെ കണ്ട് തിരിച്ചു വരിൻ, എന്നിട്ട് ഞാൻ എന്റെ കാര്യം പറയാം. خذ من أموالهم صدقة تطهرهم وتزكيهم وصل عليهم إن صلاتك سكن لهم. നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് സക്കാത്ത് എടുക്കണം, നിർബന്ധമാണ്. നിങ്ങൾ സക്കാത്ത് സ്വീകരിക്കണം. അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനാണത്, അവരെ ശുദ്ധീകരിക്കാനാണത്. വസ്വല്ലി അലൈഹിം, സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണം. ഇന്ന സ്വലാതക സകനുൻ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. ഖുർആൻ പറഞ്ഞു. പക്ഷേ സഅലബ തങ്ങൾ തിരിച്ചു വന്ന നബി തങ്ങളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇത് ഇന്ന ഹാദിഹി ജിസിയ, ഇത് ടാക്സ് അല്ലേ? സക്കാത്ത് ചോദിച്ചതിന് ഇത് ടാക്സ് ആണല്ലോ, ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങൾ വിഷമിച്ചിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, സഅലബക്ക് നഷ്ടമാണ്, സഅലബക്ക് നഷ്ടം സംഭവിച്ചു പോയല്ലോ. അവർ വന്ന് പറഞ്ഞു, നബിയെ, സഅലബ തരാൻ കൂട്ടാക്കിയില്ല, തങ്ങൾ വഫാത്തായി. പിന്നെ വഫാത്താന് മുമ്പ് വരെ തങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു അദ്ദേഹം, നബിയെ, ഞാൻ തരാം നബിയെ, എന്റെ സമ്പത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. തങ്ങൾ വിഷമിച്ചു എന്ന് ഇവർ കരഞ്ഞു. പക്ഷെ എന്തോ തങ്ങൾ സ്വീകരിച്ചില്ല. സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു, സമ്പത്ത് വേണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ചോദിച്ചു വാങ്ങിയതാണ്, ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു നബി തങ്ങൾ. ചിലപ്പോൾ അങ്ങനെയാ, സമ്പത്ത് കൊണ്ട് കുടുങ്ങിപ്പോകും. ഖൈറുൻ തഷ്കുറുഹു, കുറച്ചുണ്ട് അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്, അതാണ് ഒരുപാടുണ്ടായി ശുക്ർ ചെയ്യാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത്, എത്രയോ നല്ലത്.
ഉള്ളതിന് തൃപ്തി ചെയ്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം സക്കാത്ത് പിരിക്കാൻ വന്നപ്പോ സാലബ കൊണ്ടുകൊടുത്ത് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പുന്നാര നബി സ്വീകരിക്കാത്തത് സാലബ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞു. ഉമർ തങ്ങളുടെ കാലം വന്നു. ഉമർ എന്നവരെ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബും സിദ്ദീഖായ അബൂബക്കർ എന്നവരും സ്വീകരിക്കാത്തത് ഉമറിന് സ്വീകരിക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ കാലഘട്ടമായപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെടുകയാണ്. സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ദുനിയാവ് ലഭിച്ചു കഴിഞ്ഞതിന്റെ മേൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദാരുണമായൊരു അനുഭവമാണ്. ഈ സംഭവത്തിന്റെ സുഹത്തും ദുഅഫിലും ആലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൽ വലിയൊരു മാനയുണ്ട്. ആ മാന അല്ലാഹുവേ അരിനി ദുനിയാ കമാ അറൈതഹ സ്വാലിഹീന മിൻ ഇബാദിക്, പടച്ചവനെ നിന്റെ സജ്ജനങ്ങളായ നല്ല മനുഷ്യർക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് ഈ ദുനിയാവിനെ കാണിച്ചു തരയണമേ എന്ന നബിയുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്സാരമാണ്